ഇനി ആരും വരണ്ട കേട്ടോ, വെച്ചുണ്ടാക്കാൻ അറിയില്ല എന്നത് നമ്മളെ നാട്ടിലത്തെ നാടൻ കൂന്തൽ ഫ്രൈ. സവാള എണ്ണയിൽ നിന്ന് കളറാണ് മാറിയാൽ ഇഞ്ചാണ് ഇട്ട് കൊടുക്കട്ടോ. പിന്നെ സാധാ നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന തക്കാളി. പിന്നെ ഇതിന് കാര്യം പറയണ്ടല്ലോ, വില 103 105 ആണെങ്കിലും ഇടുമ്പോൾ നോക്കി കണ്ടൊക്കെ ഇട്ടോളി. പച്ചമുളക് ഒരു 3-4 ഇട്ടോളി കേട്ടോ. കുരുമുളക് പൊടി പാകത്തിന് ഇടട്ടോ. പിന്നെ നമ്മൾ ചുവന്ന മുളകിൻ്റെ പൊടി അതും കണ്ടോ നോക്കിയൊക്കെ ഇടുക, ഏറിപ്പോവണ്ട കേട്ടോ, എരിവ് കൂടും, കുട്ടിയൊക്കെ കൊടുക്കാൻ പറ്റില്ല. പിന്നെ മഞ്ഞപ്പൊടി, അത് പിന്നെ നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല, ഒക്കെ നിങ്ങൾ കണ്ട പോലെ അറിഞ്ഞ പോലെയൊക്കെ ഇട്ടാൽ. പിന്നെ ഉപ്പ് ഞാൻ കുറച്ചിട്ടിട്ടുള്ളൂ, പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇടല്. അങ്ങനെ ഇതൊക്കെ പാടിട്ടിട്ട് ഒന്ന് സെറ്റാക്കിയിട്ട് നല്ലോണം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാതെ. പിന്നെ എനിക്ക് നമ്മൾ എന്തിടുന്നുണ്ട്, ഒരു പെരിഞ്ചീരക പൊടി ഇടുന്നുണ്ട് കേട്ടോ, അത് നമ്മളെ ഫേവറേറ്റാണ്. അപ്പോൾ ഇടൽ പരിപാടിയൊക്കെ ഇപ്പോഴാണ് തൽക്കാലം സ്റ്റോപ്പ് ചെയ്ത്. പിന്നെ ഇളക്കൽ പരിപാടിയാണ്. അത് പിന്നെ ഒക്കെപ്പാട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പാടെ കൂട്ടിയാണ്ട് ആടെ ഇളക്കുക തന്നെ, ഒന്നും നോക്കണ്ട. അപ്പോൾ പിന്നെ സാധനം ഏകദേശം റെഡിയായി, നല്ല വെട്ടി തിളക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ ഫ്രൈയിലെ മെയിൻ ഘടകം കൂന്തൾ, അത് ഇടാൻ ടൈമായി. അപ്പോൾ ഇങ്ങനെ കുറച്ച് മെല്ലെ മെല്ലെ ഇട്ട് കൊടുക്കുക. ഇടുമ്പോൾ ശ്രദ്ധിച്ച് നോക്കിയിട്ട് കേട്ടോ, കൈമൊക്കെ തെറിച്ചാതെ കൈ പൊള്ളിച്ചാതെ ഇടാൻ നോക്കുക. ബിരിയാണി ചെമ്പ് ഇളക്കണ പോലെ ഇളക്കിയിട്ട് മസാലയും കൂന്തലും തിരിച്ചറിയാത്ത കോലത്തിലാക്കിയെടുക്കുക. അങ്ങനെ നമ്മൾ ഇന്നത്തെ കൂന്തൽ ഫ്രൈ തയ്യാർ ഹോഗയ. കുറച്ച് വളമ്പ പ്ലേറ്റിൽ ഇടുക, അവിടെയും പെടും ചിന്തരുത് കേട്ടോ, നല്ല കോലത്തിന് തന്നെ വളമ്പിയോളി. പിന്നെ ഇതിൻ്റെ മണമില്ല, അതൊന്നും പറഞ്ഞറിയിക്കാൻ കഴിയില്ല കേട്ടോ, ഇത് ഉണ്ടാക്കി തന്നെ നോക്കണം. അങ്ങനെ നമ്മളേതായാലും കുറച്ച് ചോറ്റിക്കാണ്ട് ഇടുകയാണ്. അങ്ങനെ ഒരു ഉരുള ചോറ്റിക്ക് ഇതോടെ ഇട്ടാണ്ട് ഇങ്ങനെ 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 ഇത് നോക്കി ഇങ്ങനെ 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 കുഴച്ചിട്ട് ഇങ്ങനെ കൈമേൽ ഉരുളയൊക്കെ എടുത്തിട്ട് ഇങ്ങനെ തൊള്ളേക്ക് ഇങ്ങനെ 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 അങ്ങോട്ട് വെക്കുമ്പോഴേ അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാക്കി വെക്കുക തന്നെ വേണം, എന്നാലേ തിരിയുള്ളൂ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യട്ടോ. അപ്പോൾ ഇതുപോലത്തെ നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കണ്ട. ബൈ.